വയനാട് കള്ളാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി കള്ളാടിയിലെത്തിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ മന്ത്രിമാരുടെ സംഘം ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എത്തിയിരുന്നു. റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി എന്നിവരാണ് ഇവിടെ ഉള്ളത്. സ്ഥലത്ത് ഇവർ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്തെത്തി. അതിനുശേഷം അദ്ദേഹം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. ഇപ്പോൾ കളക്ടറേറ്റിലാണ് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി കള്ളാടിയിലെ ഈ ദുരന്ത സ്ഥലത്ത് എത്തിയത്. അദ്ദേഹം അവിടെ എത്തി ഈ ദുരന്തം നടന്ന സ്ഥലം, അവിടുത്തെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ മേപ്പാടി പോളിടെക്നിക്കിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലാണ് എത്തിയത്. പിന്നെ അദ്ദേഹം BMC ഹോസ്പിറ്റൽ, അവിടെയാണ് ചികിത്സ ഉള്ളത്. അവരെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഈ അവലോകന യോഗമാണ്. ഈ ദുരന്തത്തെക്കുറിച്ചും മാത്രമല്ല, ദുരന്തം നടന്ന ഇടത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അവിടെ വരാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ആശങ്കകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇന്നത്തെ അവലോകന യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് പ്രതികൂല കാലാവസ്ഥയായിരുന്നു. മണ്ണ് ഇടിഞ്ഞിടത്ത് വീണ്ടും മണ്ണ് ഇളകിക്കിടക്കുന്ന അവസ്ഥ, മണ്ണ് ഒലിക്കുന്ന അവസ്ഥ, മണ്ണ് മാന്തി യന്ത്രങ്ങൾ വരെ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ വലിയ മഴയും പ്രതികൂല സാഹചര്യങ്ങളും ഇന്നത്തെ തെരച്ചിലിന് വിഘാതം തീർത്തു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം കുറെ കൂടി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ ഈ തെരച്ചിൽ നടത്തി 5 പേരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യം പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷമാണ് അടുത്ത ഘട്ടത്തിലെ ഈ പുനരധിവാസവും അല്ലെങ്കിൽ ആളുകളെ മാറ്റുന്നതും ഈ മണ്ണ് നീക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടാവുക. ഇക്കാര്യങ്ങളിലൊക്കെ അവലോകനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു മറുപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് T സിദ്ദിഖ് അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു. സ്വാഭാവിക മണ്ണൊലിപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ദുരന്തത്തിലേക്ക് നയിച്ചത് ഈ മണ്ണ് കൂട്ടിയിട്ടതാണോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു മറുപടി ഈ അവലോകന യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ ആ പ്രദേശം സന്ദർശിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് രാവിലെ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. കൂടുതൽ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കള്ളാടി ദുരന്ത പശ്ചാത്തലത്തിൽ വയനാട് തുരങ്കപാത നിർമ്മാണം നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനം. കേന്ദ്രം നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ നിർദ്ദേശങ്ങൾ പാലിച്ചാണോ നിർമ്മാണം നടക്കുന്നതെന്നും അന്വേഷിക്കും. മണ്ണ് മാറ്റാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും മുഖ്യമന്ത്രി വിലയിരുത്തി. വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തി, ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി, ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടുമുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അതിൻ്റെ വിശദമായ പഠനം, 2 അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും, ഇത് 2 അന്വേഷണമാണ്. 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്നാണ്. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്.
അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെന്റിന്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല. കള്ളാടിയിലെ തിരച്ചിൽ പ്രതീക്ഷിതലും ദുഷ്കരമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി. കനത്ത മഴ പ്രതിസന്ധിയാണ്. 7 അടിക്ക് മുകളിൽ മണ്ണ് കുന്നുകൂടി കിടക്കുകയാണ്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവരും. പ്രദേശവാസികൾക്ക് കടന്നു പോകുന്നതിന് ഇളവ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കുറേ ഏരിയ കൂട്ടി കൂടുതൽ വെഹിക്കിൾസ് വന്നിട്ടുണ്ട്. ഇറ്റാച്ചി മറ്റെല്ലാം എത്തിയിട്ടുണ്ട്, വാഹനങ്ങൾ വരുന്നുണ്ട്. മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ളത് നടത്താൻ ഏതാണ്ട് ഒരു ധാരണ ഉണ്ട് എന്നാണ് പറയുന്നത്, ഏത് ഏരിയയിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഫോക്കസ് വെച്ച് പോകുന്നുണ്ട്. മഴ വലിയ അങ്ങനെ ഇതില്ല, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മഴ വലിയ തടസ്സമാണ്. വലിയ തടസ്സം തന്നെയാണ്. ഇല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് അവർ ഫ്രീ ആക്കി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പ്രദേശവാസികൾക്കുള്ള നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ? പ്രദേശവാസികൾ ഇവിടെ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതല്ലാത്തവർ വന്നിട്ട് നമ്മുടെ വർക്കിനെ ബാധിക്കാത്ത രീതിയിലാക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.